നായശല്യം ഏറി വരുന്നു. നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള തെരുവ് നായകൾ ഇന്ന് വലിയൊരു സാമൂഹിക ചർച്ചയാകുന്നു. ഒട്ടനവധി വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി കേട്ടുവരുന്നത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 3.16 ലക്ഷം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റു എന്ന് റിപ്പോർട്ട്. എന്നാൽ കടിയുടെ എണ്ണവും തീവ്രതയും കൂടിയത് ഏപ്രിൽ മെയ് മാസങ്ങളിലെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. ചികിത്സയ്ക്കെത്തുന്നവരുടെ എണ്ണം പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഏപ്രിൽ മെയ് മാസത്തിന് പ്രത്യേകത എന്നാൽ ഗുരുതര മുറിവുകൾ ഏറെയും വേനൽക്കാലത്തുള്ള നായ്ക്കളുടെ കടികളിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിന്റെ കാരണം സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം മൃഗസംരക്ഷണ വകുപ്പ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. വേനൽ ചൂടും തെരുവ് നായ്ക്കളുടെ ആക്രമണവും തമ്മിൽ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വെറ്റിനറി വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള ചൂടാണ് നായ്ക്കളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചൂട് 35 മുതൽ 38 ഡിഗ്രി വരെ ഉയരുന്നു. വന്ധീകരണ പദ്ധതി പാളിയതോടെ തെരുവുകളിൽ കൂട്ടം ചേർന്ന് നടക്കുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം കൂടുതലാണ്. ഇത്തരം കൂട്ടങ്ങൾ തനിയെ പോകുന്ന യാത്രക്കാരെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുന്നു. തെരുവ് നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ABC അഥവാ അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പാക്കുന്നത്. ABC പദ്ധതി പ്രകാരം തെരുവ് നായ്ക്കളെ പിടിച്ച് അവരുടെ ശസ്ത്രക്രിയ നടത്തി രോഗനിർണയവും വാക്സിനേഷനും പൂർത്തിയാക്കി വിടുന്നു. 250 രൂപയാണ് വന്ധീകരണ ശസ്ത്രക്രിയയ്ക്കുള്ള നിരക്ക്. ഇത് നായ്ക്കളെ കൊല്ലാതെ തന്നെ ജനനക്ഷമത കുറച്ച് നിയന്ത്രിക്കുന്നു. ഇത് നായ്ക്കൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം മാത്രമല്ല, ഇതിലൂടെ മനുഷ്യജീവനെതിരെയുള്ള ഭീഷണിയും കുറയുന്നു.